പ്രമേഹ രോഗികൾക്കായുള്ള കുക്കറി ഷോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആഹാരത്തിൽ വൈവിധ്യം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ പ്രമേഹമുള്ളവർക്ക് ഇതിനുള്ള അവസരം വളരെ കുറവാണെന്ന് മാത്രം. പ്രമേഹ രോഗികൾക്കായി വൈവിധ്യമാർന്ന ഭക്ഷണവുമായി എത്തുന്ന നമ്മളുടെ ഡയറ്റീഷ്യൻ നീനു മേരി മാത്യു ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹലോ മീനു, ഇന്ന് എന്താണ് നമ്മൾ പ്രത്യേകമായി ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ടൊരു ദോശയാണ്. കുമ്പളങ്ങയ്ക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. വെയിറ്റ് കുറയ്ക്കാനും ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ഒത്തിരി നല്ലതാണെന്ന് എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ആ കുമ്പളങ്ങ കൊണ്ട് നമ്മളിന്നൊരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ കുമ്പളങ്ങ ദോശയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കുമ്പളങ്ങ ദോശയിൽ ജസ്റ്റ് 2 ഇൻഗ്രീഡിയൻറ്റേ ഉള്ളൂ. ഒന്ന് പച്ചരി, പിന്നെ കുമ്പളങ്ങ. പിന്നെ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ അരി 3 പോർഷൻ എടുക്കുമ്പം 1 പോർഷൻ നമ്മൾ ഉഴുന്നാണ് എടുക്കുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ 1 പോർഷൻ അരിയും 3 പോർഷൻ കുമ്പളങ്ങയുമാണ് കുമ്പളങ്ങ ദോശയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ദോശയിൽ 10 to 20 കാലറിയുടെ വ്യത്യാസം വരും. ഇതിൽ നമ്മൾ എണ്ണ ചേർക്കാതെ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ കാലറി കുറഞ്ഞു കിട്ടും. നമുക്ക് നോക്കാം. ആദ്യം കുമ്പളങ്ങയും അരിയും ഒന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുമ്പളങ്ങയുടെ വെള്ളത്തിൽ അരഞ്ഞു കിട്ടും. നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ദോശമാവിൻ്റെ പരുവത്തിന് നമുക്ക് കിട്ടത്തില്ല. ഈ അരിയും കൂടി ഇട്ട് നന്നായി അരയ്ക്കണം. കുമ്പളങ്ങ അരി അരച്ച മാവ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെക്കണം. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. ഇനി തവ ചൂടാവട്ടെ. കുമ്പളങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ 96% വാട്ടറാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ സഹായകമാകുന്നത്. കൂടുതലും വെള്ളമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 ഗ്രാം കുമ്പളങ്ങയ്ക്ക് 10 കാലറിയേ ഉള്ളൂ. പിന്നെ ഇത് ഒരു വൈറ്റമിൻ ബിയുടെയും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെയും റിച്ച് സോഴ്സാണ് കുമ്പളങ്ങ. പിന്നെ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. ഇത് സിമ്മിലിട്ട് നമുക്ക് ചെറുതീയിൽ, എപ്പോഴും ചെറിയ തീയിൽ വേവിക്കുന്നതാണ് പോഷകങ്ങൾ നഷ്ടമാകാതിരിക്കാൻ നല്ലത്. കാരണം തീ കൂടും തോറും കുറേ വൈറ്റമിൻസ് ചൂട് കൊണ്ട് നഷ്ടമായി പോകും. അപ്പോൾ അതിൻ്റെ ലോസ് കുറയ്ക്കാനായിട്ട് എപ്പോഴും ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. ദോശയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോകുന്നത് സാമ്പാർ കൂടിയാണ്. ഓക്കെ, ഏറ്റവും നല്ലൊരു ഭക്ഷണമായി നമുക്ക് ഈ കുമ്പളങ്ങ ദോശ ഉപയോഗിക്കാം.